നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. പോയകാല പ്രതാപത്തിൻ്റെ ജീർണാവശിഷ്ടങ്ങളുമായി നമ്മുടെ കട്ടപ്പന നഗരസഭ ടൗൺ ഹാൾ. ഞാനിപ്പോൾ ഉള്ളത് കട്ടപ്പന നഗരസഭ ടൗൺ ഹാളിൻ്റെ ഉൾഭാഗത്താണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, എനിക്ക് പിന്നിലായി ഇതാ മുകൾ ഭാഗത്ത് കട്ടപ്പന ടൗൺ ഹാളിൻ്റെ സീലിങ്ങുകളെല്ലാം പൊളിഞ്ഞു വീണിരിക്കുകയാണ്. അങ്ങനെ വല്ലാത്തൊരു ദയനീയ സ്ഥിതിയിലാണ് കട്ടപ്പന നഗരസഭ ടൗൺ ഹാൾ ഉള്ളത്. കട്ടപ്പന ടൗൺ ഹാളിലെ സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കലാ, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി ആളുകൾ നമ്മളോട് സംസാരിച്ചത് ഈ സ്റ്റേജിൽ നിന്നായിരുന്നു. നിരവധി നാടകങ്ങൾ അടക്കമുള്ള കലാരൂപങ്ങൾ അരങ്ങേറിയത് ഈ സ്റ്റേജിലായിരുന്നു. എന്നാൽ ഈ സ്റ്റേജിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം അടക്കമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ്. ടൗൺ ഹാളിൻ്റെ ഗ്രീൻ റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ കാണാൻ കഴിയും. ഇതിൻ്റെ ഭിത്തിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഏത് നിമിഷവും താഴേക്ക് വീഴും. ഇതാ ഈ ഭിത്തിയിലൊക്കെ ഒന്ന് ശക്തിയായി തൊട്ടാൽ ഈ ഭാഗമൊക്കെ അടർന്ന് താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലാണ്. ഇത്ര രൂക്ഷമായി, ഇത്ര മോശമായ ഒരു സ്ഥാപനം, നമ്മുടെ നാടിന് അഭിമാനമായി മാറേണ്ട കട്ടപ്പന ടൗൺ ഹാൾ, ഒരു കാലത്ത് അഭിമാനമായിരുന്ന ടൗൺ ഹാൾ, എന്തുകൊണ്ടാണ് ഇതിനോട് അധികാരികൾ ഇത്തരത്തിലൊരു അവഗണന കാട്ടുന്നത് എന്നാണ് അറിയാൻ കഴിയാത്തത്. കട്ടപ്പന ടൗൺ ഹാളിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. കട്ടപ്പന നിവാസികൾ എത്രയോ കലാരൂപങ്ങൾ, നാടകങ്ങൾ അടക്കമുള്ള കലാരൂപങ്ങൾ കണ്ടത് ഇവിടെ ഇരുന്നായിരുന്നു. എത്രയോ പ്രസംഗങ്ങൾ, പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടത് ഇവിടെ ഇരുന്നായിരുന്നു. എന്നാൽ ഇതിനൊരു ശാപമോഷമില്ല. ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ്, ജീർണാവസ്ഥയിലാണ് ഈ ടൗൺ ഹാൾ എന്ന് പറയുന്നത്. പലപ്പോഴും ബജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട്, ഇത് നന്നാക്കുന്നതിന് വേണ്ടി തുക മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ വർഷങ്ങൾ കഴിയുന്തോറും ഇത് ജീർണിച്ച് ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കട്ടപ്പനയുടെ ഒരു ശാപം എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടൊരു പരിപാടി അവതരിപ്പിക്കുവാൻ, കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാൻ ഒരു വേദിയില്ല, ഒരു സാഹചര്യമില്ല, സ്ഥലമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ ടൗൺ ഹാൾ ഉണ്ടായിട്ട് പോലും ഈ ടൗൺ ഹാൾ ഒന്ന് പുതുക്കി പണിയുവാൻ വേണ്ട യാതൊരു നടപടികളും അധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം. നിരവധി പേരുടെ വിവാഹ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരിടം കൂടിയാണ് കട്ടപ്പന നഗരസഭ ടൗൺ ഹാൾ. കട്ടപ്പനയിലുള്ള പലരുടെയും വിവാഹം നടന്നത് ഇവിടെ വെച്ചായിരുന്നു. കട്ടപ്പന നഗരസഭ ഒരു ചെറിയ വാടക വാങ്ങി ഇത് വിവാഹങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കുമായി വിട്ടു നൽകുമായിരുന്നു. എന്നാൽ ഇന്ന് 50,000-വും 60,000 രൂപയും ഒക്കെ വാടക നൽകി മറ്റു ഹോളുകളിൽ കല്യാണം നടത്തേണ്ട അവസ്ഥയാണുള്ളത് പലർക്കും. അപ്പോൾ ഇത് പാവപ്പെട്ടവർക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പല പാവപ്പെട്ട ആളുകളുടെയും മക്കളുടെ വിവാഹങ്ങളൊക്കെ നടത്തണമെങ്കിൽ അതിന് ഇടമില്ലാതായി മാറിയിരിക്കുന്നു. വലിയ ഫീസ് നൽകി മറ്റ് ഹോളുകളിലേക്ക് ഇത് നടത്തേണ്ട അവസ്ഥയിലേക്ക് മാറുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് കട്ടപ്പനയുടെ അഭിമാനമായിരുന്ന ഈ നഗരസഭയോട് അധികൃതർ ഇത്തരത്തിൽ അവഗണന കാട്ടുന്നത്. ഒരു കാലത്ത് നാടിൻ്റെ അഭിമാനമായിരുന്ന, എന്നാൽ ഇന്ന് ജീർണാവസ്ഥയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കട്ടപ്പന ടൗൺ ഹാളിനോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിച്ച് ഈ ടൗൺ ഹാൾ പുതുക്കി പണിയണമെന്നാണ് ആവശ്യം. ക്യാമറമാൻ അനന്തു എബിക്കൊപ്പം എസ് സൂര്യലാൽ, ഇടുക്കി ലൈവ്. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്,
ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.